ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഓന വർഗീസ്. ഞങ്ങൾ ഫാമിലിയായിട്ട് UK-ലാണ് താമസിക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് മിഥുൻ ജോർജ്. മക്കളാണ് ലിയോൺ ആൻഡ് ലൈറിൻ. ഞങ്ങൾ കോതമംഗലം കോഴിപ്പള്ളി ലിറ്റിൽ ഫ്ലവർ ഇടവക അംഗങ്ങളാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ UK-ലാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുണ്ടായ 2 വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. കൃപാസനത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നത്. പക്ഷെ അന്ന് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു അനുഭവങ്ങളും കിട്ടിയില്ല. എന്നാലും വന്നതല്ലേ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള വളരെ ലാഘവത്തോടെ എനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വലിയ ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ തുടരുകയോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ 2022 ജനുവരി മാസത്തിൽ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ കുടുംബമായിട്ട് UK-ൽ മാതാവ് എത്തിച്ചു. സ്റ്റുഡൻറ്റ് വിസയിലാണ് ആദ്യം പോയത്. പക്ഷേ സ്റ്റുഡൻറ്റ് പീരീഡിലായിരിക്കെ തന്നെ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണയിലാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയത്. 2023 എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. പക്ഷേ ആ ജോലി എനിക്ക് തുടരാനായിട്ട് സാധിച്ചില്ല. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് എൻ്റെ സ്പോൺസർഷിപ്പ് വിഡ്രോവലായി. അപ്പോൾ ഇനി എങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് UK-ലെത്തിയിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരവസരത്തിൽ ഞാൻ ഓർത്തത് ഉടമ്പടിയെക്കുറിച്ച്, കൃപാസനത്തിനെക്കുറിച്ച്. ഓൺലൈനിൽ കഴിഞ്ഞ 2024 മെയ് മാസത്തിലാണ് വീണ്ടും ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത്. ജോലിയില്ലാത്ത അവസ്ഥയും വിസയില്ലാത്ത അവസ്ഥയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ആയിരിക്കാൻ തുടങ്ങി. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വെച്ച ആ സമയത്ത് തന്നെ എൻ്റെ മൊബൈലിലേക്കൊരു മെസ്സേജ് വരികയാണ്, ഇന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വേക്കൻസി ഉണ്ട്, എനിക്കത് അപ്ലൈ ചെയ്താൽ എനിക്ക് ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, അത് എന്നെ ഒരുപാട് നാളുകളായിട്ട് എന്നെ വിളിക്കുകയോ കോണ്ടാക്റ്റിലുണ്ടാകാതെ ഇരുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് യാദൃശ്ചികമായിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ശക്തമായിട്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയാതെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിൻ്റെ അടയാളമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ സ്ഥാപനത്തിൽ പോവുകയും അവിടെ എൻ്റെ ഒരു CV ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ മാനേജർ ഭയങ്കര കൈൻഡായിട്ട് എന്നോട് ബിഹേവ് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടു, ഉറപ്പായിട്ടും നിന്നെ വിളിക്കാം. പക്ഷേ പിന്നീട് ഒരു 2-3 ആഴ്ചയായിട്ടും എനിക്ക് യാതൊരുവിധ അപ്ഡേറ്റ്സും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ തുടരുകയായിരുന്നു. ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു, ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു, ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിൽ ഭയങ്കര ശക്തമായിട്ട് ആഴപ്പെടാനായിട്ട് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സാധിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും അവിടുന്ന് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഞാൻ അവിടെ വീണ്ടും പോയി അന്വേഷിച്ചു. അപ്പോൾ വേറൊരു മാനേജർ എന്നെ വിളിക്കാം, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടെങ്കിലും പിന്നീടും നിരാശയാണ് ഉണ്ടായത്. ആ മാനേജറും മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ലീവ് എടുത്ത് അവിടുന്ന് മാറിപ്പോയി. പിന്നീട് 2-3 മാസത്തോളം എനിക്ക് യാതൊരു അപ്ഡേറ്റ്സും ഉണ്ടായില്ല. വേറെ ജോലികളിലൊന്നും എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതൊന്നും സക്സസ്ഫുള്ളായില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ എൻ്റെ പാരൻസ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ ഡാഡി ഇവിടെ ഉടമ്പടി തുടങ്ങി പ്രാർത്ഥിച്ചു. അവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു 3 മാസത്തിന് ശേഷം അതേ മാനേജർ എന്നെ വിളിച്ചിട്ട് എനിക്ക് അവിടെ ഇൻ്റർവ്യൂവിന് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ടായി. പക്ഷേ അവർ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞെങ്കിലും എനിക്കവിടെ പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ആ ഒരു സമയത്ത് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ.
കാര്യം അവരുടെ ക്യൂവിൽ ഒരുപാട് പേര് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുക, അവിടുത്തെ ആ ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അവർക്ക് സ്പോൺസർഷിപ്പ് പിന്നീട് തരാൻ പറ്റും. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ ശക്തമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ അമ്മ മാതാവ് അത് തരാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പാർട്ട് ടൈം ജോലി 20 hours a week അത് മാത്രമായിരുന്നു അന്നേരം എനിക്ക് കിട്ടിയ ജോലി. പക്ഷെ അത് ഞാൻ സന്തോഷത്തോടെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. അങ്ങനെ 2 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വളരെ സങ്കടകരമായിട്ട് ആ ജോലിയും എനിക്ക് നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വന്നു. കാരണം എൻ്റെ പ്രീവിയസ് ഉണ്ടായിരുന്ന സ്പോൺസർഷിപ്പ് വിഡ്രോ ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഒരു 3-4 മാസമായിട്ടുണ്ടായിരുന്നു. UK നിയമം അനുസരിച്ച് ഒരു 60 ദിവസമാണ് നമ്മുടെ പഴയ സ്പോൺസർഷിപ്പ് വിഡ്രോവലിന് ശേഷം UK നമുക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനോ ഉള്ള ഒരു അർഹതയുള്ളൂ. പക്ഷേ എനിക്കറിയില്ല, ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടും UK ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് യാതൊരുവിധ മെയിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നില്ല. സാധാരണ എല്ലാവർക്കും ഒരു 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് കൊടുത്തിട്ട് 60 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ജോലി കണ്ടുപിടിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത പക്ഷം UK നമ്മൾ തിരിച്ചു പോരേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടില്ല. ഈ കമ്പനിയിലെ ഈ മാനേജ്മെൻറ്റും അവരുടെ ലീഗൽ അഡ്വൈസേഴ്സും എന്നോട് പറഞ്ഞു, നിനക്ക് സ്റ്റിൽ UK വർക്ക് ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ നിൻ്റെ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വയം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൽ അയക്കുകയാണ്. എൻ്റെ സ്പോൺസർഷിപ്പ് ഒരു 4-5 മാസം ജൂലൈയിൽ വിഡ്രോ ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇതുവരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മെയിലും റിസീവ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സ്റ്റിൽ ഇവിടെ ലീഗലി റൈറ്റ് ടു ലീവ് എനിക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു മെയിൽ അവർക്ക് അയച്ചു. സാധാരണ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. എപ്പോഴാണോ മെയിൽ വരുന്നത് അത്രയും നാളും അവിടെ പിടിച്ചു നിൽക്കാനേ നോക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അത്ര വിശ്വാസമായിരുന്നു. അമ്മ മാതാവ് എന്നെ കൈവിടില്ല. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ വിസ വിഡ്രോവലായി എന്നുള്ളത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. അപ്പോൾ അവർ എനിക്ക് തിരിച്ച് മെയിൽ അയക്കുന്നത്, ഞങ്ങൾ അതിനെപ്പറ്റി അവെയറാണ്, നിൻ്റെ പഴയ സ്പോൺസർഷിപ്പ് കഴിഞ്ഞ ജൂലൈയിൽ വിഡ്രോവൽ ചെയ്തതാണ് പ്രീവിയസ് എംപ്ലോയർ, ഞങ്ങൾ അതിനെപ്പറ്റി അവെയറാണ്. പക്ഷേ ഞങ്ങൾ നിൻ്റെ ആ ഒരു കാര്യത്തിൽ ഞങ്ങളൊരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. സോ നീ ഇപ്പോഴും ഇവിടെ UK ലിവ് ചെയ്യാനായിട്ട് നിനക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു മെയിൽ അയച്ചു. അപ്പോൾ ആ മെയിൽ മതിയാകുമായിരുന്നു എനിക്ക് ഈ പറയുന്ന കമ്പനിയിൽ ആ ജോലി എനിക്ക് കിട്ടാനായിട്ട്. ഞാൻ ആ മെയിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എനിക്കിവിടെ താമസിക്കാനും ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളൊരു പ്രൂഫായിരുന്നു ആ മെയിൽ. പക്ഷെ വീണ്ടും ആ കമ്പനി ആ മെയിലും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ ഫൈനലി എനിക്കൊരു മെയിൽ അയച്ചു, നീ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ന്യൂസ് അല്ല ഈ മെയിലിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിൻ്റെ ആപ്ലിക്കേഷൻ സ്പോൺസർഷിപ്പിനുള്ള നിൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ എനിക്ക് റിസീവ് ചെയ്തു. അതോടെ ഞാൻ തീരുമാനിച്ചു, ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഇനി അവിടെ ഒരു കാര്യം, ഈ 6 മാസത്തോളവും ഞാൻ ഈ ഒരു കമ്പനി എനിക്ക് ജോലി തരും, ഇവർക്ക് ഈ ഒരു പേപ്പർ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. വേറെ ജോലികൾ സെർച്ച് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ജോലിയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്നതായിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ജോലിയൊന്നും ഈ ഒരു 6 മാസത്തിനുള്ളിൽ ട്രൈ ചെയ്തുമില്ല. ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഉറപ്പിച്ചു. ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഫൈനൽ മെയിൽ വന്നു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു, ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഞാൻ പേരൻസിനെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ഇനി പറ്റില്ല. അപ്പോഴത്തേക്കും ഞാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ എക്സോസ്റ്റഡ് ആയിരുന്നു. കുട്ടികളും ഒക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലാണ് എത്തി. പ്രത്യേകിച്ച് എൻ്റെ മോളൊക്കെ ഭയങ്കരമായിട്ട്
മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കത്തിലായി. കാര്യം എന്നും അവൾ കാണുന്നത് അവളുടെ പപ്പയും അമ്മയും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതാണ്, എന്നും സങ്കടപ്പെടുന്നതാണ്. അപ്പോൾ അവരും മനസ്സുകൊണ്ട് മടുത്തു, അവർക്കും എങ്ങനെയെങ്കിലും തിരിച്ചു പോന്നാൽ മതി, നാട്ടിൽ വന്നാൽ മതി എന്നായി. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ നാട്ടിലേക്ക് പോരാനുള്ള, നാട്ടിൽ വന്നിട്ട് താമസിക്കാനുള്ള വീട് ശരിയാക്കുന്നു, ഞങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യുന്നു, അങ്ങനെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് യാതൊരു മുൻ പരിചയവുമില്ലാത്ത അവിടുത്തെ പ്രെയർ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് അഭിഷേകാഗ്നിയുടെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു ആൻറ്റി, സറാം ആൻറ്റി എന്നോട് പറഞ്ഞു, ഇന്നൊരു സ്ഥലത്ത് നിനക്കൊരു ജോലിക്കുള്ള സാധ്യത ഞാൻ കാണുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, ബാക്കിയെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, പരിശുദ്ധ അമ്മ വഴി നടത്തുന്ന പോലെ വരട്ടെ, പോകാനാണ് ഈശോയുടെ ഇഷ്ടമെങ്കിൽ അതിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈശോയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഞാനിനി ഒരിക്കലും വാശി പിടിക്കില്ല. അപ്പോൾ ലാസ്റ്റ് ട്രൈ എന്ന പോലെ ഞാൻ ഇവർ പറഞ്ഞ ഈ സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ എനിക്ക് COS അവിടെ നിന്ന് കിട്ടുകയാണ്. ഇതിന് മുന്നേ കണ്ടു പരിചയമില്ല, കേട്ട് പരിചയമില്ലാത്തൊരു സ്ഥലം, ആളുകൾ, പക്ഷേ ഒരു നിബന്ധനകളും ഇല്ലാതെ എനിക്ക് COS കിട്ടി. എൻ്റെ റെഫറൻസിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. വിത്തിൻ 1 വീക്ക് എൻ്റെ വിസ ശരിയായി, എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഡേറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ ഇവരുടെ വിസയും വെച്ചു. ഇവരും പഴയ വിസ ലീഗലി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കും അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും വിസ വേണം. അപ്പോഴും റൂൾസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് തടസ്സങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ, ഞങ്ങൾ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചതിൻ്റെ ആ ഒരു കാരുണ്യം അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇവരുടെ വിസയും അന്ന് എന്നാണോ അപ്ലൈ ചെയ്തത് അന്ന് തന്നെ ഇവരുടെ വിസയും ശരിയായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന ജോലി സ്ഥലത്തും എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ ശക്തിപ്പെടുത്തുന്നു. അത് സാഹചര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളെ അമ്മയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചു പോരുന്നു. ഓൺലൈൻ ഉടമ്പടി വെച്ചപ്പോൾ നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തിൽ അവസാനത്തെ ഒരു നിയോഗമായിട്ട്, 5ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെറുതെ എഴുതി ചേർത്തൊരു നിയോഗമാണ്. കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഒരു വീടിന് വേണ്ടിയിട്ട് സ്വപ്നം കാണാനോ വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങളുടെ അപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവും അവിടെ എങ്ങനെയെങ്കിലും നിലനിന്ന് പോവുക, അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ വെറുതെ ഞാൻ എഴുതി ചേർത്ത ഒരാഗ്രഹമാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്നുള്ളത്. പക്ഷേ പരിശുദ്ധ അമ്മ അത് കൺസിഡർ ചെയ്തു. ഈ പ്രാവശ്യം ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചിരിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര മനോഹരമായിട്ടുള്ള ഒരു ഭവനം നൽകി 16 വർഷത്തെ ഞങ്ങളുടെ വാടക വീട്ടിലെ ജീവിതത്തിന് സന്തോഷമായിട്ട് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു. ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും. ഹസ്ബൻഡ് അതുപോലെ എനിക്ക് ജോലി കിട്ടി. ഞാൻ പുതിയ സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. എനിക്ക് അവിടേക്ക് പോകാൻ പേടിയായിരുന്നു സത്യം പറഞ്ഞ കാര്യം. ഹസ്ബൻഡിന് പുതിയ ജോലി കണ്ടുപിടിക്കണം, മക്കൾക്ക് പുതിയ സ്കൂൾ കണ്ടുപിടിക്കണം, താമസിക്കാനുള്ള വീട് കണ്ടുപിടിക്കണം. ഇതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു, മെൻ്റലി ഫിസിക്കലി ഒക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് അറിയില്ലാതെ, പക്ഷേ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ പറയുന്ന സ്ഥലമാണ്, പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന സ്ഥലമാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, അമ്മയുടെ കൈ പിടിച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെന്നു. പക്ഷേ അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനായിട്ട്. ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞ
ഒരു ഭവനം അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ലാത്തൊരു ഒരു ഫാമിലിയായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന. വളരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഫീൽ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ സ്കൂള് അമ്മ ഒരുക്കി തന്നു. ഹസ്ബൻഡിൻ്റെ ജോലി ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ല എങ്കിൽ കൂടി ഒരു വളരെ നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഹെഡ് ഷെഫായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിന് ജോലി ശരിയാക്കി. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് സമൃദ്ധി നിറഞ്ഞൊരു ജീവിതം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ആ കുറച്ച് നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ട്രഗിൾസിനൊക്കെ സമ്മാനമായിട്ട് ഒരു സ്ട്രഗിൾസും ഇല്ലാത്ത സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതമാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ഈശോയുടെ അടുത്തുനിന്ന് വാങ്ങിത്തന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ സ്റ്റാറ്റസ് സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. അനേകം പേര് അത് നോട്ട് ചെയ്യുകയും എന്നോട് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡാഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് UK കുറേയധികം പാക്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ഇവരെ കൊണ്ട് കൊറിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷ് പീപ്പിളിനും മലയാളികളായിട്ടുള്ളവർക്കും ഒക്കെ ഇത് കൊടുത്ത് കൃപാസനത്തെ പറ്റി സംസാരിക്കുകയും കുറേ അധികം പരിശുദ്ധ അമ്മയുടെ കുറേ അധികം മെഡൽസ് വാങ്ങിക്കൊണ്ട് പോയിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷുകാർക്കൊക്കെ അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ മെഡൽ കിട്ടുന്നവർ. അത് വളരെ കാര്യമായിട്ട് സ്വീകരിക്കുകയും അപ്പോൾ ഞാൻ അമ്മയുടെ പാരിഷിനെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഒത്തിരി അധികം ഉണർവ് ഞങ്ങളുടെ ജീവിതത്തിന് അടിമുടി മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ഉടമ്പടി കാലഘട്ടം. ഞങ്ങൾ ഫാമിലിയായിട്ട് എൻ്റെ മാത്രമല്ല കുഞ്ഞുങ്ങളാണെങ്കിലും ഒരുപാട് പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ, എല്ലാ കാര്യങ്ങളും ദൈവത്തിനോട് ചോദിച്ച് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ചോദിച്ചു വാങ്ങിക്കാനായിട്ടുള്ള ഒരു മനസ്സ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കും. ഇംഗ്ലീഷ് മാസ് ആണെങ്കിലും ഞങ്ങൾ 45 മിനിറ്റ് നടന്ന് വേണമായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്ത് പള്ളിയിൽ പോകാൻ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ വരുമായിരുന്നു. സ്കൂൾ ഇല്ലാത്ത എല്ലാ ദിവസവും വെക്കേഷൻ സമയത്തൊക്കെ എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊണ്ടു. കുടുംബ പ്രാർത്ഥന, പ്രതീക്ഷീകരണ പ്രാർത്ഥന, ബൈബിൾ വായന എല്ലാത്തിലും നന്നായിട്ട് സമർപ്പണത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ വായന, കുടുംബ പ്രാർത്ഥന, കൊന്ത എല്ലാം ഉണ്ട്. ഈ കൊന്ത ഞാൻ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കും. ഒരിക്കലും ഇത് കയ്യിൽ നിന്ന് മാറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ആ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ കൊന്ത കയ്യിൽ പിടിക്കുമ്പോൾ. ഈ കൊന്ത പിടിച്ചാണ് ഞാൻ അവിടെ സർവൈവ് ചെയ്തത്. പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തിനെയും മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 94:18. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാതെ താങ്ങി നിർത്തുന്നു. ഒന വർഗീസ് എന്ന മകളുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നാം കാണുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ കൂടി ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പല പ്രാവശ്യം വീഴാൻ പോകുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ആ നിമിഷങ്ങളിലെല്ലാം ഈശോയും അമ്മയും കാൽ വഴുതാതെ ഇവരെ പിടിച്ചു നിർത്തുന്ന, താങ്ങി നിർത്തുന്ന ഒരനുഭവമായാണ് ഇവർ സാക്ഷ്യപ്പെടുത്തിയത്. ഇവർ പറഞ്ഞ സാക്ഷ്യത്തിൽ തുടക്കത്തിൽ ഇവർ പറഞ്ഞു, ജോലിയില്ലാത്ത അവസ്ഥയിൽ ഉടമ്പടി എടുത്ത് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത ആ നിമിഷം തന്നെയാണ് ഒരു യാദൃശ്ചികമായി ഒരു മെസ്സേജ് വരികയും വളരെ കാലം ഒരു കോണ്ടാക്റ്റുമില്ലാത്ത ഒരു ഫ്രണ്ടിൽ നിന്നാണ് ഒരു ജോലിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുകയും പിന്നെ അവിടെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടുകയും ചെയ്തത്. ഓരോ പ്രാവശ്യവും പല രീതിയിലാണ്
ഈശോയും അമ്മയും ഇടപെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. ഓൺലൈൻ ഉടമ്പടിയായാലും തീർത്ഥാടന ഉടമ്പടിയായാലും ആ എടുത്ത നിമിഷം തന്നെയാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് ഇവിടെ കാര്യത്തിൽ ഇടപെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ, കഷ്ടതകളുടെ നിമിഷങ്ങളിൽ കൃപാസന അമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ അമ്മ നമ്മെ കരം പിടിച്ച് പരിശുദ്ധ ദൈവസ്നേഹത്തിൻ്റെ കൃപയിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാല് വഴുതുമ്പോൾ നമ്മെ സ്നേഹത്തോടെ പിടിച്ച് കർത്താവിൻ്റെ കൃപയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഭക്തിയോടെ മുന്നോട്ട് നയിക്കാം. ഒന്നാ വർഗീസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.